ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കിഡ്സിൻ്റെ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്രിൻ്റുള്ളൊരു എംബ്രോയ്ഡറി വർക്കുള്ളൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലെങ്ത്തും കഴുത്തൊക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്തിൻ്റെ ലെങ്ത്താണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അത് ഒരു 4 ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യുന്നത്. 8-9 വയസ്സുള്ള കുട്ടിക്കാണ്. അപ്പോൾ 2.25 ഇഞ്ചോളം നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ 2.25 ശരിക്കുള്ള ഷോൾഡർ, പക്ഷേ 3/4 ഇഞ്ച് സീം അലവൻസും കൂടി വെച്ചിട്ട് നമുക്ക് 3.25 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 5.5 ഇഞ്ചാണ് ആം ഹോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. നമ്മൾ നെക്കിന് ചെയ്ത പോലെ തന്നെ കണ്ടില്ലേ? ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 27 അപ്പോൾ അതിനെ 4 ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6.25 നമുക്ക് കിട്ടുക. അപ്പോൾ 6.25 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് ഒരു സീം അലവൻസും കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കാം. നമ്മൾ താഴേക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതായത് വേസ്റ്റ് ലെങ്ത്ത് അത് 10 2 ഇഞ്ച് സീം അലവൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഉള്ളത് നമുക്ക് വേഗം കട്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ വെക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പം ടോട്ടൽ 25 അപ്പോൾ അതിനെ 4 ആക്കിയിട്ട് കിട്ടുക 6.25 അപ്പോൾ 6.25 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വരച്ചതിലേ കൂടി കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓപ്പൺ ഉള്ള സൈഡാണ് നമ്മുടെ നേരെ വെക്കേണ്ടത്. കണ്ടില്ലേ? ഓപ്പൺ ആയിട്ടുള്ള സൈഡ് നമ്മൾ നേരെ വെക്കണം. നമുക്ക് സിബ് വെക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഓപ്പൺ ഉള്ള സൈഡ് നമുക്ക് നേരെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴുത്തകലും ഇതൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ചിന് ശേഷം വേണം, അങ്ങോട്ടേക്ക് വേണം നമുക്ക് ടാപ്പ് വെക്കാൻ. കണ്ടില്ല? ഇതുപോലെ ടാപ്പ് വെക്കുമ്പോൾ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം ടാപ്പ് വെക്കുക. അതായത് ഇപ്പോൾ 2.5 കഴുത്തകലെങ്കിൽ 2.25 എടുക്കണം. അങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെങ്ത്തിൽ മാറ്റമൊന്നും വരുത്തേണ്ട. നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാണ് വേണ്ടത്. നേരത്തെ ചെയ്ത അതേ അളവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസൊക്കെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു കളറാണ് വെച്ചിട്ടുള്ളത്, ബ്ലാക്ക് അല്ല. അപ്പോൾ ഇതും നമുക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരെ 2ആയിട്ട് മടക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ ഇതുപോലെ അതിൻ്റെ മുകളിൽ നിവർത്തി കൊടുക്കുക. കാണില്ല? ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് ഓപ്പണുള്ള ഭാഗം നമ്മുടെ സൈഡിൽ വെച്ചിട്ട് കറക്റ്റ് ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്തില്ലേ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പണുള്ള ഭാഗം നമ്മുടെ നേർക്ക് വെച്ചിട്ട് ഈ ഒരു അളവ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കാണില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും നമ്മൾ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു പോർഷൻ നമുക്ക് നിവർത്തി വെക്കാം. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ടിലത്തെ പാർട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കിത് അടിച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മുടെ നേർക്ക് മോശം ഭാഗമായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ആം ഹോളും ഈ നെക്കും 2 ആം ഹോളും നെക്കുമാണ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഷോൾഡർ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാം നമുക്ക് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ ആം ഹോള് നെക്കൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കത്തെ പാർട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് അടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലൈനും കൂടി നമ്മൾ സെൻറ്ററത്തെ കട്ടില്ലേ ആ കട്ടും കൂടി ഞാൻ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ ആ കഴുത്തും പിന്നെ ഉള്ളത് ആം ഹോളും ഇതും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സിബ് വെക്കാനാണ് കേട്ടോ. ആ ലൈനുള്ളത് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കണ്ടില്ലേ? 2 പോർഷനും ഞാൻ അടിച്ചിട്ടുണ്ട്. ബാക്കത്തെ 2 പാർട്ടും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ എക്സസ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. കഴുത്തിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കുറച്ച് എക്സസ് ആയിട്ടുള്ള ക്ലോത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലത്തെ ചെറിയ ചെറിയ നോട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഇത് ആ മൂലമൊക്കെ കറക്റ്റായിട്ട് ഒന്ന് കോണൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, 2 പാർട്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കാണിപ്പോൾ ഞാൻ മറിച്ചിടുന്നത്. അപ്പോൾ ഈ കോണായിട്ടുള്ള ഈ കഴുത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പുഷ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ 2 സൈഡും ബാക്ക് തന്നെ രണ്ട് പീസ് തുണി ഉണ്ടല്ലോ അത് രണ്ടും ചെയ്യുക. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി നമുക്ക് ബാക്കത്തെ ക്ലോത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഉള്ളിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നതിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ, അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡർ കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നെറ്റിൻ്റെ ആയതുകൊണ്ട് ചെറുതായിട്ട് അവിടെ ഒരു ഇത് കാണും, നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഞാൻ സാധാ സിബ്ബാണ് വെക്കുന്നത്, സാധാ മെഷീനാണ് എൻ്റേത്. അപ്പോൾ ഞാൻ സാധാ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പുറത്ത് സിബ്ബ് കാണാത്ത രീതിയിൽ സിബ്ബിനെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ സിബ്ബ് കവർ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി. സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. സിബിന് തട്ടാതെ ശ്രദ്ധിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. 2 സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സിബിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം അതുപോലെ താഴേക്ക് അങ്ങനെ പോവാതിരിക്കുക, അവിടെ ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ള സിബ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ സിബ് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ നമുക്ക് 4 ആക്കിയിട്ട് ഇതിനെ മടക്കണം. അപ്പോൾ സാറ്റിൻ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ അത്ര പെട്ടെന്ന് ഇത് കിട്ടുന്നുണ്ടായിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ 4 ആയിട്ട് മടക്കിയിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ആ അളവ് കറക്റ്റായിട്ട് ചെയ്യാണ് വേണ്ടത്. ഇതുപോലെ 6.75 6.4 എന്ന് പറഞ്ഞില്ലേ, വേസ്റ്റിൻ്റെ അവിടെ 6.4 നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം അവിടെ ഒരു ഗ്യാപ്പ് വിടാം നിങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ വിടുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വിടുന്നില്ല. ബയ്യെ സ്റ്റിച്ച് ചെയ്യിച്ചിട്ടാണ് ബാൻഡ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബാൻഡിൻ്റെത് കാണിക്കുന്നില്ല. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ വിരൽ വെച്ചിട്ട് കണ്ടില്ലേ, അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആ ലൈൻസിലേക്ക് കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് സ്റ്റിച്ച് കറക്റ്റായിട്ട് ഇടണമെന്നില്ല, കുറച്ച് ബാൻഡ് വെക്കാൻ വിടായിരുന്നു. ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാം. അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഞാൻ സാധാ ബ്ലാക്ക് കളർ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 28 ആണ് ശരിക്കുള്ള ലെങ്ത്ത് വേണ്ടത് സ്കേർട്ട് പാർട്ടിൻ്റെത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് 30 ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 38. അപ്പോൾ അതിൻ്റെ കൂടെ ബോഡി ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് 28. അപ്പോൾ 28ൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് 30 കിട്ടുന്നത്. അപ്പോൾ 30 ഇതുപോലെ മാർക്ക് ചെയ്ത് പോയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ ഞാൻ 32 ഏകദേശം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ അടിയിൽ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ മെഷീൻ സാധാ മെഷീനായതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല, അത് ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് എടുക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ സാറ്റിനും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സാറ്റിൻ നമുക്കൊരു 28 വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ നെറ്റിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് വേണ്ട, കുറച്ചുകൂടി കയറ്റിയിട്ട് സാറ്റ് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടിരിക്കുക. അപ്പോൾ സാറ്റ് നമുക്കൊരു 28 വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് 28 ആക്കിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ 3 മീറ്റർ സാറ്റിനുണ്ട്. അപ്പോൾ അത്രയും ഇതിൽ നമുക്ക് 3 മീറ്ററിൽ നമുക്കിതുപോലെ 28 മാർക്ക് ചെയ്ത് പോയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 28 വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ നെറ്റിൻ്റെ ക്ലോത്തും 30 വെച്ചിട്ട് അല്ലെങ്കിൽ 32 എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-9 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിഫ് നെറ്റാണ്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് ചെയ്യുന്നത് ഞാൻ ഏകദേശം ഒരു 28
27 ആ ഒരു ലെങ്ത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടില്ലേ, 27 വെച്ചിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ്റിനേക്കാൾ കുറച്ചുകൂടി കയറിയിട്ടായിരിക്കും സ്റ്റിഫ് നെറ്റ് ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ടാണ് 27 വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഞാൻ 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോട്ടൺ ലൈനിങ് ആണ്, ഇത് നിർബന്ധമില്ല, അത് നമുക്ക് സ്റ്റിഫ് നെറ്റ് അടിയിൽ തിറക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 24 വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നിർബന്ധമില്ല, നമുക്ക് സ്റ്റിഫ് നെറ്റ് ചിലപ്പോൾ അടിയിൽ കുത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കോട്ടൺ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സാറ്റണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് കാണിച്ചു തരാം. സാറ്റണ് നമുക്ക് ബോക്സ് പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ഇഞ്ചിൽ വെക്കുക, അല്ലെങ്കിൽ 3 ഇഞ്ചിലൊക്കെ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2.5 ഇഞ്ചിലാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് മുഴുവനായിട്ട് ഈ സാറ്റിന് എത്ര മീറ്റർ ക്ലോത്ത് ഉണ്ട് അത്രയും മീറ്ററിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കണം. കണ്ടില്ലേ, മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തിലേക്കും മാർക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ പിന്നെ എടുത്തിട്ട് നമുക്ക് കുത്തി വെക്കാം. കണ്ടില്ലേ, രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തിലേക്ക് ഇതുപോലെ വലിച്ചിട്ട് കൊണ്ടുവെക്കുക. രണ്ടാമത്തേയിൽ നിന്ന് മൂന്നാമത്തേയിലേക്ക് അങ്ങോട്ടേക്കും കൊണ്ടുവെക്കുക. അപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടുമല്ലോ, അതിനാണ് ബോക്സ് സ്പ്ലിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് എടുക്കുക. ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്, ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചാൽ അടുത്തത് വെക്കേണ്ടത് അങ്ങോട്ടേക്കായിരിക്കണം. അങ്ങനെ നമുക്ക് അവസാനം വരെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ നമുക്കിത് ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ സ്റ്റിഫ് നെറ്റും ചെയ്തിട്ടുണ്ട്. സാറ്റം മാത്രമല്ല, സ്റ്റിഫ് നെറ്റും ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. കുറച്ച് നല്ല ഫ്ലെയറിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടി ഭംഗിയുണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് 2 ജോയിൻ ചെയ്യാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഇതുപോലെ വെച്ച് കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് അവസാനം വരെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കോട്ടൺ ലൈനിങ് എടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോട്ടൺ ലൈനിങ് എടുത്തിട്ട് നമുക്കിതിൽ ജസ്റ്റ് ചുരുക്കിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുക്കിട്ട് വെച്ചാൽ മതി. ലൈനിങ് തീരുന്നവരെ അതിനുള്ളതിനെ കണ്ടില്ലേ, ഇതുപോലെ വെറുതെ ചുരുക്കിട്ട് വെച്ചാൽ മതി. കണ്ടില്ലേ, അപ്പോൾ ലൈനിങ് നമ്മൾ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെറ്റിൻ്റെ ക്ലോത്ത് ഇല്ലേ, ഇതിന് നമ്മൾ ചുരുക്കിട്ട് എടുക്കുകയാണ് വേണ്ടത്. അതായത് ചുരുക്കിടുന്നതെന്ന് വെച്ചാൽ ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നൂല് വലിച്ചിട്ടാണ് ചുരുക്കിടുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്ക് ഇത് വലിച്ചു കൊടുത്താൽ നമുക്ക് ലൂസ് സ്റ്റിച്ച് ഇടാൻ പറ്റും, കുറച്ച് വലിയ സ്റ്റിച്ച് ഇടാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ ബാക്കിൽ നിന്ന് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വലിയ സ്റ്റിച്ച് നമുക്ക് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ അത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൂല് ബോബൻ കേസിൽ നിന്ന് വന്ന നൂല് നമുക്കിതുപോലെ എടുക്കാം. അടിയിൽ നിന്ന് വന്ന മെഷീൻ്റെ അടിയിൽ നിന്ന് വരുന്ന നൂലില്ലേ, ബോബനിൽ നിന്ന് വരുന്ന നൂല് നമുക്കിതുപോലെ വലിച്ച് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്നും നമുക്ക് ജോയിൻ ചെയ്തിട്ട് അതെടുക്കാം. അപ്പം ഇത് ജോയിൻ ചെയ്ത് ഇത് കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമുക്കത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കി എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചുരുക്കിട്ട് വെച്ചിട്ടില്ലേ, അത് ആ വെറുതെ അളവെടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സാറ്റിൻ്റെ അത് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ജസ്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അളവെടുത്തിട്ട് അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാൻഡ് കട്ട് ചെയ്യുക. അപ്പോൾ ബാൻഡ് ഇതുപോലെ ഒരു ഷേപ്പ്, ഇതുപോലത്തെ ഒരു ഷേപ്പ് കാര്യമായിട്ടൊരു ഇതാക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചിട്ട് അടിയിൽ ഇതുപോലെ ഒരു കോണ് പോലത്തെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ എത്ര ലെങ്ത്ത് വേണമെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ 2 ബാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പീസ് ക്ലോത്ത് എടുത്തുകൊണ്ട് നമുക്ക് 2 ബാൻഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതിലെ കൂടി നമുക്ക് സ്റ്റിച്ച് എടുക്കാം. അപ്പോൾ ആ കോണാക്കിയിട്ട് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് വല്ല സ്ക്രൂ ഡ്രൈവറോ പെൻസിലോ പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റ് കറക്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടിൻ്റെയും പോയിൻ്റൊക്കെ കറക്റ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ മോശ ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ടോ ഇതുപോലെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു അടിവ് കൊടുത്താൽ മതി. അപ്പം നേരത്തെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചവിടെ ഗ്യാപ്പ് വിട്ടാൽ മതി. ഞാൻ വെറുതെ അങ്ങനെ ഗ്യാപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് വിടാതിരുന്നതാണ്.
മുഴുവനായിട്ട് അടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടില്ലേ നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ക്ലോത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ അത്ര ക്ലിയറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ എന്നറിയില്ല. കാണുന്നു അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റൗണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നെറ്റും നമ്മുടെ ബോഡി പീസും ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് അളവിലാണല്ലോ നമുക്ക് 3 ഉള്ളത്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് പോയിട്ട് നമുക്ക് ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്തത് ആ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ ഒരു എൻഡിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെനിക്ക് കറക്റ്റാക്കിയിട്ട് പറഞ്ഞുതരാനും അറിയില്ല, വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. പിന്നെ വെച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്തില്ല, അവിടെ വെച്ചിട്ട് തുടങ്ങുക. അവിടുന്ന് അവിടുന്ന് ഇതുപോലെ പിടിച്ച് അവസാനം വരെ റൗണ്ട് കറക്റ്റാക്കിയിട്ട് വേണം മുഴുവനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടൊരു ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ.